രാജാക്കന്മാരുടെ രാജാവ് എന്ന് ലോകം മുഴുവൻ യേശുവിനെ പുകഴ്ത്തുമ്പോൾ ഒരു രാജാവിൻ്റെ എന്ത് രൂപസാദൃശ്യമാണ് ഈശോയ്ക്കുണ്ടായിരുന്നത്? പട്ടുവസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഒന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. രാജാക്കന്മാരുടെ ശിരസിലണിയുന്ന സ്വർണ്ണ കിരീടം പോലും ഈശോയ്ക്കുണ്ടായിരുന്നില്ല. പകരം ഒരു മുൾക്കിരീടം അണിയപ്പെട്ടാണ് ഈശോ ലോകരക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിനെ അണിയിച്ച മുൾക്കിരീടത്തിൻ്റെ തിരുശേഷിപ്പ് 1063 ജെറുസലേമിൽ നിന്ന് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് മാറ്റി. ഫ്രഞ്ച് രാജാവ് ലൂയിസ് 9 1238 ഈ തിരുശേഷിപ്പ് പാരീസിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ പാരീസിലെ നോട്രേഡാം കത്തീഡ്രലിൽ അത് സൂക്ഷിച്ചിരിക്കുന്നു. 2019 ഈ ദേവാലയം കത്തിനശിക്കുന്ന സമയത്ത് അഗ്നിശമന സേനാംഗങ്ങൾക്കൊപ്പം പ്രവേശിച്ച് പവിത്രമായ മുൾക്കിരീടം രക്ഷിച്ചത് ഒരു പാരീസ് പുരോഹിതനാണ്. മുൾക്കിരീടം, സെന്റ് ലൂയിസിന്റെ കുപ്പായം, മറ്റ് നിരവധി പ്രധാന കൃതികൾ എന്നിവയെല്ലാം ആ ദേവാലയത്തിൽ അന്ന് ഉണ്ടായിരുന്നു. ദേവാലയം ഭാഗികമായി കത്തിനശിച്ചതിനാൽ അത് ലൂവ്രെ മ്യൂസിയത്തിലേക്ക് മാറ്റിയിരുന്നു. കഴിഞ്ഞ വർഷം ഡിസംബർ 13 വീണ്ടും അത് നോട്രേഡാം കത്തീഡ്രലിലേക്ക് ആഘോഷമായി കൊണ്ടുവന്നു. വർഷങ്ങൾ പഴക്കമുള്ളതിനാലും മുൾക്കിരീടത്തിന് കാഠിന്യം കുറവായതിനാലും ഇതിൻ്റെ ഘടനയിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഒരു ഗ്ലാസ് ട്യൂബിൽ സ്വർണ്ണ മെറ്റീരിയൽ കൊണ്ട് അലങ്കരിച്ച് വളരെ മനോഹരമായാണ് മുൾക്കിരീടം സൂക്ഷിച്ചിരിക്കുന്നത്. 72 മുള്ളുകളാണ് ഈശോ ധരിച്ച മുൾക്കിരീടത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. കത്തീഡ്രലിൽ കാണുന്ന തിരുശേഷിപ്പിൽ അത്തരം മുള്ളുകൾ കാണുവാൻ കഴിയുകയില്ല. കാലങ്ങൾ കഴിയും തോറും അത് പൊടിഞ്ഞു പോകുന്ന അവസ്ഥയിലാണുള്ളത്. നോട്രേഡാം കത്തീഡ്രലിൽ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചകളിലും ദുഃഖവെള്ളിയാഴ്ച ഉൾപ്പെടെയുള്ള നോമ്പുകാല വെള്ളിയാഴ്ചകളിലും ആരാധനയ്ക്കായി തിരുശേഷിപ്പ് പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഈ വർഷം ജനുവരി 10 മുതൽ ദുഃഖവെള്ളിയാഴ്ച വരെ എല്ലാ വെള്ളിയാഴ്ചയും കിരീടം പ്രദർശിപ്പിക്കും എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. യേശുവിനെ അണിയിച്ച ഈ മുൾക്കിരീടം കാണാനും പ്രാർത്ഥിക്കാനും നിരവധി പേരാണ് കടന്നു വരുന്നത്.